അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫസിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അൽ-ലൂഗത്തുൽ അറബിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു പാഠഭാഗത്ത് അറബിയെയും അതിൻ്റെ ചരിത്രത്തെയും മഹാത്മ്യത്തെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. സ്ഥിരമായിട്ട് എല്ലാ വർഷത്തിലും ഈ ഭാഗത്ത് നിന്ന് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അറബിയെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ എല്ലാ വർഷവും എസ്സേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കിപ്പോവാം. അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളും കൂടെ അതിനോടുകൂടെ ഉൾപ്പെടുത്തിയാണ്ട് മുന്നോട്ട് പോവാം. ഏതായാലും നിങ്ങൾ ഈ വോയിസ് കേട്ടതിന് ശേഷം അതിലെന്ത് ചെയ്യുക, ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ ഓരോ പാരഗ്രാഫിൻ്റെയും ആശയം പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇതിലുള്ളത്. ഏതായാലും ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് കഴിഞ്ഞ ഒരു 1500 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭാഷകൾ, ആ ഭാഷകളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു ഭാഷയാണ് ഈ അറബി ഭാഷ. ഇന്ന് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയിൽ ഒന്നാണ് അറബി ഭാഷ. ലോകത്ത് ഏകദേശം 450 മില്യൺ ആളുകൾ അറബി ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്പോക്കൺ ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിൽ അറബി ഭാഷ ലോകത്ത് 5ാം സ്ഥാനത്തുമാണ്. അതുപോലെ ഇന്ത്യയല്ല, ഏഷ്യയിലും ആഫ്രിക്കയിലുമായിട്ടുള്ള ആ 2 ഭൂഖണ്ഡങ്ങളിലുള്ള 23ഓളം രാജ്യങ്ങളുടെ അവിടുത്തെ ഫസ്റ്റ് ലാംഗ്വേജ്, അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അറബി അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 1.8 ബില്യൺ ആളുകളുടെ അവരുടെ മതകീയമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അറബി. അതുപോലെ തന്നെ ഈ അറബി എന്നുള്ളത് യുണൈറ്റഡ് നേഷന്റെ 6ാമത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടിയാണ്. അറബിക്ക് ഒരുപാട് മഹാത്മ്യമുള്ള, അതുപോലെ തന്നെ ഒരുപാട് തിളങ്ങുന്നതായിട്ടുള്ള സംസ്കാരവും ചരിത്രമൊക്കെ അറബിക്കുണ്ട്. ഈ മനുഷ്യകുലത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് അറബി ഒരുപാട് സംഭാവനകൾ നൽകുന്നുമുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അറബി എന്നുള്ളത് സെമിറ്റിക് ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി. ആ സെമിറ്റിക് ഭാഷകളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അറബി. ഏകദേശം ക്രിസ്താബ്ദം 5-6 നൂറ്റാണ്ടുകളിലാണ് അറേബ്യൻ ഭൂഖണ്ഡത്തിലാണ് അറബിയുടെ ഉത്ഭവം ഉണ്ടാവുന്നത്. പിന്നീട് ഇസ്ലാമിന്റെ വളർച്ചയോടുകൂടെ അറബി ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. അറബിയിൽ 28 ഹർഫുകളുണ്ട്. അതുപോലെ തന്നെ അത് വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്കാണ് എഴുതപ്പെടാറുള്ളത്. ഈ അറബിയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അറബിയിൽ ലോദിന്റെ മഹ്റജ് ഉണ്ട് എന്നുള്ളത്. അറബിയിൽ മാത്രമുള്ള ഒരു അക്ഷരമാണ് ലോദ്. അത് കാരണത്താൽ തന്നെ ഇതിന് ലുഗത്തുൽ ലോദ് എന്നുള്ള പേരും ഈ അറബി ഭാഷക്കുണ്ട്. അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായിട്ടുള്ള ഖുർആൻ അറബി ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇറക്കി കൊടുത്തത് എന്നുള്ളതാണ്. അത് കാരണത്താൽ തന്നെ ഈ അറബി ഭാഷ എന്നും നിലനിൽക്കും. അതുപോലെ തന്നെ അതിന്റെ സംരക്ഷണമൊക്കെ അള്ളാഹു ഏറ്റെടുത്തതാണ്. കാരണം ഖുർആന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. അത് കാരണത്താൽ ഖുർആൻ അറബിയിലാണല്ലോ, അതുകൊണ്ട് ആ അറബിയും അള്ളാഹു ഏറ്റെടുത്തതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ അറബി ഭാഷയിലുള്ള അതിലെ വാക്യങ്ങളിലുള്ള ഫസാഹത്തും ബലാഗത്തും എല്ലാം ഈ അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ബയാൻ ചെയ്യുന്നതിൽ, ഈ സ്പീച്ച് നടത്തുന്നതിലുള്ള മാസ്മരികത, അതൊക്കെ അറബി ഭാഷയുടെ പ്രത്യേകതയിൽ പെടുന്നത് തന്നെയാണ്. ഫസാഹത്ത് ബലാഗത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേംസ് ആണ്, അഥവാ അറബിയിൽ ഉണ്ടാകുന്ന ഒരു സാഹിത്യ സമ്പുഷ്ടത, വാക്വൈഭവം, അതൊക്കെയാണ് ഫസാഹത്ത് ബലാഗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ശൈലി, ശോഭയുള്ള ശൈലി, അതുപോലെ ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ, സ്വാധീനം ചെലുത്താനുള്ള കഴിവ്, അതൊക്കെ അറബി ഭാഷയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകത, അതിൽ ഒരുപാട് അൽഫാദുകളുണ്ട്, ഒരുപാട് കലിമത്തുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഘടനയുടെ ഭംഗി, അതേപോലെ തന്നെ ഒരു വാക്കിൽ നിന്ന് ഒരുപാട് വാക്കുകൾ പിടിച്ചെടുക്കാനുള്ള കഴിവ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മസ്തറിൽ നിന്നാണല്ലോ ഒരുപാട് ഫീലുകൾ പിടിച്ചെടുക്കുന്നത്. അതിന്റെ മാലി, മുതാരി, അതൊക്കെ മസ്തറിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ലൊർബ് എന്നുള്ളതിൽ നിന്നാണ് ലൊറബ, യദ്രിബു, അതെല്ലാം പിടിച്ചെടുക്കുന്നത് ലൊർബ് എന്നുള്ള, എല്ലാം പിടിച്ചെടുക്കുന്നത് ലൊർബ് എന്നുള്ള മസ്തറിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നഹ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു വാചകത്തെ അതിന്റെ അർത്ഥം നിലനിൽക്കുന്നതോടുകൂടെ അതിനെ ചെറുതാക്കി ഉപയോഗിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ബസ്മലത്ത് എന്നൊക്കെ പറയുന്നത് പോലെ, ബസ്മലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ തറാദുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പര്യായ പദങ്ങൾ, ഒരു വാക്കിന് തന്നെ ഒരുപാട് വാക്കുണ്ടാവുന്നതിനാണ് തറാദുഫ് എന്ന് പറയുന്നത്. അതുപോലെ അറബി ഈ മനുഷ്യന്റെ എല്ലാവിധ ഇൽമുകൾക്കും അറബി ഭാഷയിലുണ്ട്. ഏതുപോലെ അറബി ഭാഷയിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അൽജിബ്ര ഉണ്ട്, അതുപോലെ മെഡിസിൻ ഉണ്ട്, ആർട്സ് ഉണ്ട്, ഇൽമുൽ ഫലക് ഗോളശാസ്ത്രം, അത് ഹ്യൂമാനിറ്റീസ്, അതുപോലെ അപ്ഗ്രേഡ് സയൻസ്, സാഹിത്യം, കവിത, അതുപോലെ ഫിലോസഫി, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ ഇൽമുകളും അറബി ഭാഷയിലുണ്ട്. അറബി ഭാഷ അറബികളുടെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെയും ഒരു ഐഡന്റിറ്റി, അതിൻ്റെ ഒരു നിലനിൽപ്പായിട്ടാണ് അറബി ഭാഷ പരിഗണിക്കാറുള്ളത്. അതുപോലെ ഈ അറബികളുടെ ചരിത്രവും അവരുടെ ഒരു സാംസ്കാരികതയും
നൂറ്റാണ്ടുകളായിട്ട് ജാഹിലി കാലം മുതൽ ഇന്ന് വരെയുള്ള അറബി ചരിത്രത്തെയൊക്കെ സൂക്ഷിക്കുന്നത് പോലെ അറബി ഭാഷ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ലോത്തുൽ അറബിയ, അറബിയെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കുറച്ച് കൗലുകൾ കൂടെ, അവരുടെ കുറച്ച് വാക്കുകൾ കൂടെ അതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഈ പാശ്ചാത്യരായിട്ടുള്ള ഓറിയന്റലിസ്റ്റുകളൊക്കെ അറബി ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുപോലെ അറബി ഭാഷയിലേക്ക് അവർ ഒരുപാട് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസും നൽകിയിട്ടുണ്ട്. അവർ വളരെയധികം സ്നേഹത്തോടു കൂടി, വളരെയധികം ഇഷ്ടത്തോടു കൂടിയായിരുന്നു അറബിയെ സമീപിച്ചിരുന്നത്. അവർ അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ വിവരിക്കുകയും ചെയ്തു. അറബി ഭാഷ അതിൻ്റെ മുഫ്രദാത്ത്, അതിൻ്റെ ലഫ്ദുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഘടന, ആ ഒരു കാര്യത്തിനാലൊക്കെ വളരെയധികം മികച്ചിരുന്നു. പിന്നെ അടിയിൽ കുറച്ച് ആളുകൾ, കുറച്ച് പാശ്ചാത്യരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഉലമാക്കളും അറബി ഭാഷയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യമായി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അറബി ഭാഷ അള്ളാഹു സുബ്ഹാനഹു തആല തിരഞ്ഞെടുത്തിട്ടുള്ള ഭാഷയാണ്. ആ ഒരു ഭാഷയിലാണ് അള്ളാഹുവിൻ്റെ കലാമിനെ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഭാഷ അറബി ഭാഷയാണ്. അത് കാരണത്താൽ അറബി പഠിക്കാൻ കഴിയുന്ന എല്ലാവർക്കും അറബി പഠിക്കൽ അനിവാര്യമാണ്. കാരണം അതാണ് ആദ്യത്തെ ഭാഷ. അതേപോലെ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, അറബി ഭാഷ ഇസ്ലാമിൻ്റെയും മുസ്ലിമുകളുടെയും അടയാളമാണ്. കാരണം ഏതൊരു സമുദായത്തിൻ്റെയും അടയാളം അവരുടെ ഭാഷയാണല്ലോ. അതുപോലെ തന്നെ ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹം പറയുന്നത്, ഈ ഖുർആനിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുന്നത് അവർ അറബി ഭാഷയും അതുപോലെ തന്നെ ഇൽമുൽ ബയാൻ, അത് ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത് അറബി സാഹിത്യത്തിലുള്ള ഒരു ശാഖയാണ്. അതുപോലെ തന്നെ അറബിയിലുള്ള കവിതകൾ, അറബിയിലുള്ള പ്രസംഗങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് അറബി ഭാഷയും മനസ്സിലാക്കുന്നവർക്ക് ഖുർആനിൻ്റെ മഹാത്മ്യം മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ജാൻ ബൈറക്ക് പറയുന്നു, അറബി എന്നുള്ളത് അത് ഭാവിയുടെ ഭാഷയാണ്. ആ ഭാഷ ഒരിക്കലും എന്താവുകയില്ല, മരിക്കുകയില്ല. ബാക്കിയുള്ളതൊക്കെ മരിച്ചാലും അറബി എന്നും നിലനിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ബാലസലമി ഹർബലു അദ്ദേഹം പറയുന്നത്, ഈ അറബി എന്നുള്ളത് അത് സാഹിത്യത്താൽ മറ്റു ഭാഷകളെക്കാൾ ഉയർന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വാക്വൈവത്താൽ, ഫസാഹത്തിനാലും ബലാഹത്തിനാലൊക്കെ അത് മറ്റു ഭാഷകളെക്കാൾ ഉയർന്നതാണ്. അത് ലോകത്തുദ്വാദുമാണ്. അതിന് ലോകത്തുദ്വാദ് എന്നുള്ള പേരുമുണ്ട്. അതേപോലെ തന്നെ ഉസ്താദ് മർജലിയൂസ് പറയുന്നത്, ലോകത്തുൽ അറബിയ എന്നുള്ളത് അതെന്നും അതിൻ്റെ യാഥാർത്ഥ്യ ജീവിതം ജീവിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ ലോകത്തുള്ള ആളുകളുടെ മേൽ ആധിപത്യം ചെലുത്തിയ 3 ഭാഷകളിൽ ഒന്നാണ് ഈ അറബി ഭാഷ. എന്നാൽ മറ്റു ഭാഷകളൊന്നും ചെലുത്താത്ത രീതിയിലുള്ള അത്രക്കും വലിയൊരു സ്വാധീനം ഈ അറബി ഭാഷയ്ക്ക് ലോക ജനതയ്ക്ക് മുകളിൽ ചുമത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ചിന്തകനായിട്ടുള്ള ഇദാവർദ് സയ്യിദ് പറയുന്നു, അറബി ഭാഷ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യകുലം കണ്ടുപിടിച്ചതിൽ വെച്ച ഏറ്റവും നല്ല കണ്ടെത്തലാണ്. കാരണം അത് കവിതയുടെ ഭാഷയാണ്, ആത്മീയതയുടെയും ആരാധനയുടെയും ഭാഷയാണ്, നിയമങ്ങളുടെ ഭാഷയാണ്. മറ്റുള്ള ഭാഷകൾക്കില്ലാതെ ഹ്യൂമർ സെൻസിൻ്റെ കാര്യത്തിൽ അതിനെന്താണ് അസാധാരണമായിട്ടുള്ളൊരു ഭാഷയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ, അറബി ഭാഷയിലുള്ള ഒരുപാട് നേട്ടങ്ങൾ കഥയിലുള്ള ഒരുപാട് നേട്ടങ്ങൾ അറബി ഭാഷയ്ക്കുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് 1001 രാവുകൾ, അതേപോലെ തന്നെ ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാര കഥകൾ, അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ അറബി ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അറബി ഭാഷ എന്നുള്ളത് ഒരു വലിയ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഭാഷ കൂടിയാണ്, മതകീയമായിട്ടുള്ള ഒരു ഭാഷ കൂടിയാണ് അറബി ഭാഷ. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാമായിട്ടുള്ള ഖുർആൻ ഇറക്കപ്പെട്ടത്, അത് എഴുതപ്പെട്ടിരിക്കുന്നത് അറബിയിലാണ്. അത് കാരണത്താൽ അത് അറബികളുടെ ഭാഷയാണ്. അതുപോലെ തന്നെ അതൊന്നും നിലനിൽക്കുന്ന, വളരെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഭാഷയാണ്. മുഷ്തരിക്ക് തന്നെ കോമൺ ആയിട്ടുള്ള ഭാഷയാണ്. അത് ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ഭാഷയാണ്. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഷയാണ്. റൊമാൻസിൻ്റെ ഭാഷയാണ്. റൊമാൻസിയ എന്ന് പറഞ്ഞാൽ റൊമാൻസിൻ്റെ ഭാഷയാണ്. അതുപോലെ തന്നെ അത് സമൂഹത്തിൻ്റെ ഭാഷയാണ്. അതുപോലെ അറബികൾ അധികരിക്കുന്നതിനനുസരിച്ച് ഈ അറബി ഭാഷയുടെ സ്വാധീനവും അതിൻ്റെ സാധ്യതകളും അധികരിക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ അതിൻ്റെ സാധ്യതകളും ഓപ്പർച്യൂണിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അധികരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡയലോഗ് രൂപത്തിൽ, ഒരു സംഭാഷണ രൂപത്തിൽ നമ്മുടെ മാസിൻ്റെയും അബ്ദുള്ളൻ്റെയും ഇടയിൽ നടക്കുന്ന ഒരു സംഭാഷണ രൂപത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതുവരെ പഠിച്ചത് തന്നെ ഒരു സംഭാഷണ രൂപത്തിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതിലാദ്യം സലാം പറയുന്നു, പിന്നെ അതേപോലെ കൈഫ ഹാലുക്ക, സൈൻ അൽഹംദുലില്ലാ, ആ ഒരു സംഭവം, ആദ്യത്തെ അഭിവാദ്യ സംഭവങ്ങളൊക്കെ പറയുന്നു. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നു. അവസാനം മാസിൻ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാം അബ്ദുള്ള എന്താണ് മാസിന് പറഞ്ഞു കൊടുക്കുക. മാസിൻ ചോദ്യം ചോദിക്കുന്നു, അബ്ദുള്ള അതിൻ്റെ അറബിയുടെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള മഹാത്മ്യങ്ങളൊക്കെ അബ്ദുള്ള മാസിന് പറഞ്ഞു കൊടുക്കുന്നു. ആ രീതിയിലൊരു കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ അവസാനം മാസിൻ അബ്ദുള്ളക്ക് ശുക്ർ ചെയ്യുന്നുമുണ്ട്. ആ ഒരു കോൺവെർസേഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം നമ്മൾ പഠിച്ചത് തന്നെയാണ്. വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം, നമ്മൾ ഇതുവരെ പറഞ്ഞത് തന്നെയാണ് അതിലും പറയുന്നത്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ക്വസ്റ്റ്യൻ ആൻസറിൽ പറയുന്നത് ആദ്യത്തെ ചോദ്യം, ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ് അറബി തൻതമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിലോങ്സ് ടു എന്നുള്ളൊരു വാണിയാണ്. അഥവാ ഏത് ഭാഷയിലേക്കാണ് അറബി ഭാഷ ചേർക്കപ്പെടുന്നത്? അത് ലോത്തുൻ സാമിയ, ഈ സെമിറ്റിക് ഭാഷകളിലേക്കാണ് അത് ചേർക്കപ്പെടുന്നത്. അതുപോലെ തന്നെ യുണൈറ്റഡ് നാഷണലിൽ എത്ര ഭാഷകൾ, ഒഫീഷ്യലായിട്ടുള്ള എത്ര ഭാഷകളുണ്ട്? 6 ഭാഷകളാണുള്ളത്. അതുപോലെ തന്നെ ഏത് നൂറ്റാണ്ടിലാണ് അറബി ഭാഷ ഉണ്ടായത്? 5-6 നൂറ്റാണ്ടുകളിലാണ് അറബി ഭാഷ ഉണ്ടായിട്ടുള്ളത്.
ആയിട്ടുള്ളത്. ലിമാദാ തുസമ്മി ലോകത്തുൽ അറബിയ ലോകത്തുൽ ദ്വാദ്. ലോകത്തുൽ ദ്വാദ് എന്ന അറബിക്ക് പേര് വരാനുള്ള കാരണം എന്താണ്? കാരണം അറബിയിൽ മാത്രമേ ആ ലോകത്തുൽ ദ്വാദിന്റെ മഖ്റജ് ഉള്ളൂ, അറബിയിൽ മാത്രമേ ദ്വാദ് എന്നുള്ള അക്ഷരമുള്ളൂ. അഞ്ചാമത്തെ ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ അറബികളുടെയൊക്കെ ഒരു സംസ്കാരത്തിന്റെ നിലനിൽപ്പായിട്ട് അറബിയെ പരിഗണിക്കുന്നത്? കാരണം ജാഹിലിയ കാലം മുതൽ ഇന്ന് വരെയുള്ള അറബി നാഗരികതയുടെയും അതിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അറബി സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആറാമത്തായിട്ട് ഇബ്നു തൈമിയ്യ എന്താണ് അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അറബി എന്നുള്ളത് ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ഒരു അടയാളമാണ്. കാരണം ഏതൊരു സമുദായത്തിന്റെയും അടയാളം അതിന്റെ ഭാഷയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മർജലിയൂസ് എന്താണ് അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അറബി ഭാഷ എന്നും നിലനിൽക്കുന്ന ഒരു ഭാഷയാണ്. അതുപോലെ തന്നെ അത് ലോക ജനതയുടെ മേൽ സ്വാധീനം ചെലുത്തിയ 3 ഭാഷകളിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അറബി ഭാഷകളിലെ ഹർഫുകൾ എത്രയാണ്? 28 എണ്ണമാണ്. അറബി ഇടത് ഭാഗത്താണ് എഴുതാറ്, അത് ഇടത് ഭാഗം തന്നെയാണ് എഴുതാറുള്ളത്. അതുപോലെ തന്നെ അറബി ഭാഷയുടെ മഹാത്മ്യം എന്താണ്? അറബി ഭാഷയുടെ മഹാത്മ്യം നമ്മൾ ഇതുവരെ പറഞ്ഞതാണ്, ഖുർആൻ ആ ഭാഷയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പറയാം. അടുത്തതായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ് തന്നെയാണ്, നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. അതിൽ ഒന്നാമത്തതായിട്ടുള്ളത് തുഅ്തബറു ലോകത്തുൽ അറബിയ. അവിടെ തുഅ്തബറു എന്നാണ് എഴുതേണ്ടത്, തുഅ്തബറു ലോകത്തുൽ അറബിയ എന്നുള്ളതാണ് ശരി. അതുപോലെ തന്നെ രണ്ടാമത്തത് ലോകത്തുൻ അസ്ഹമത്ത് ഇസ്ഹാമൻ എന്നുള്ളതാണ്, അസ്ഹമത്ത് എന്നാണ് രണ്ടാമത്തതിൽ ശരിയായിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തതിൽ അവിടെ ഇങ്ങനെ വായിച്ചു വന്നിട്ട് അതിനുശേഷം വേണ്ടത് വ തളുമ്മു എന്നാണ് വേണ്ടത്. തളുമ്മുൽ അറബിയത്തു സമാനിയത്തും 20 ഹർഫൻ തുക്തബു മിനൽ യമീൻ, തുക്തബു മിനൽ യമീൻ. അപ്പോൾ ഒന്നാമത്തേൽ തളുമ്മു, രണ്ടാമത്തേൽ തുക്തബു എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നാലാമത്തായിട്ടുള്ളത് അല്ലുഅത്തുൽ അറബിയത്തു ലാ തസാലു ഹയ്യതൻ. അതെന്താണ്? ലാ തസാലു എന്നാണ് അവിടെ ശരിയായിട്ടുള്ളത്. അഞ്ചാമതായിട്ടുള്ളത് വഹിയ വാഹിദത്തും മിൻ സലാസി ലുഗാത്തിൻ ഇസ്തൗലത്ത്, ഇസ്തൗലത്ത് എന്നാണ് വേണ്ടത്. അലാ സുക്കാനിൽ മഅമൂറത്തി ഇസ്തിലാൻ ലം യഹ്സുൽ അലൈഹ ഗൈറുഹ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഒന്നാമത്തേൽ ഇസ്തൗലത്ത്, രണ്ടാമത്തേൽ ലം യഹ്സുൽ എന്നാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന ജുംല ഉണ്ടാക്കാനുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു ആശയം, ആ ഒരു വാക്കുകളുടെ അർത്ഥം മാത്രം പഠിച്ചു വെച്ചാൽ മതിയാകും. ലോകത്ത് റസ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ലാംഗ്വേജ്, അസ്ഹമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, സംഭാവന ചെയ്യുക. അതുപോലെ തന്നെ എൻതമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിലോങ് ടു എന്നുള്ളൊരു മാനയാണ്, ഒരു കാര്യം മറ്റൊന്നിലേക്ക് ചേർക്കുക. അതേപോലെ തന്നെ യളുമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളിക്കുക. അല്ലെ ഹദാറത്തുൽ ഇൻസാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ, മാനുഷികമായിട്ടുള്ള സാംസ്കാരികത, അതിൻ്റെ സിവിലൈസേഷൻ, നാഗരികത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് ഹദാറത്ത് എന്ന് പറയുന്നതിൻ്റെ ആശയം. അതുപോലെ തന്നെ അടുത്തത് റീവറൈറ്റ് ചെയ്യാനുള്ളതാണ്, അത് നമുക്ക് ക്വസ്റ്റ്യൻ വരാറില്ല, അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് തർജുമയാണ്, അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും. അതേപോലെ തന്നെ ആറാമത്തെ എക്സസൈസുകൾ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കാണ്, അത് രണ്ടും ക്വസ്റ്റ്യൻ വരാറില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് മാച്ച്, ഈ ഫോളോയിങ് ആയിട്ടുള്ളതിനെ അത് കറക്റ്റ് ഓർഡറിലായിട്ടുള്ള കൊടുക്കാനുള്ളതാണ്. അത് സാധാരണ ക്വസ്റ്റ്യൻ വരാറില്ല, ഇനി ഏതായാലും ഒന്ന് നോക്കി വെക്കാം. അതിൽ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 5 ആണ്, പിന്നെ 1 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 2, പിന്നെ 4, അങ്ങനെയുള്ള ഓർഡറിലാണ്. 5, 1, 3, 2, 4 എന്നാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതുപോലെ അടുത്തതായിട്ടുള്ളതും അൽഫാദുകൾ കൊണ്ട് ജുംല ഉണ്ടാക്കാനുള്ളതാണ്, അതും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അസ്ഹമ എന്ന് കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, തഹദ്ദസ സംസാരിക്കുക, ഫസാഅത്ത് ബലാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാഹിത്യ സമ്പുഷ്ടത, ഒരു വൈഭവം, ആ ഒരു മാനിയാണുള്ളത്. അതുപോലെ തന്നെ ഇസ്തഅബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളിക്കുക എന്നർത്ഥമാണ്. അതുപോലെ തന്നെ അദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ, ഇൻതശറ വ്യാപകമാവുക, അതേപോലെ തന്നെ ലൊഹറ പ്രത്യക്ഷമാവുക, നശ ഉത്ഭവിക്കുക, അറഫ അറിയുക, അതുപോലെ തന്നെ ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹ്തവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ലാസ്റ്റ് ആയിട്ടുള്ളത് ഇതിൽ നിന്ന് ശരിയായതിനെ ചൂസ് ചെയ്യാനുള്ളതാണ്, ശരിയും തെറ്റും കണ്ടെത്താനുള്ളതാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സെന്റൻസ് തെറ്റാണ്. കാരണം ഇലാ ഫസീലത്തിൽ ലോകത്തിൽ അറബിയ, ഇലാ ഫസീലത്തിൽ ലോകത്തിൽ ഹിന്ദിയ എന്നാണ് കൊടുത്തിട്ടുള്ളത്. യൂറോപ്യൻ ഇന്ത്യൻ ഭാഷകളിലേക്കല്ല അറബി ചേർക്കപ്പെടുന്നത്, മറിച്ച് അപ്പോൾ അത് തെറ്റാണ്. മറിച്ച് ഏതിലേക്കാണ്? സെമിറ്റിക് ഭാഷകളിലേക്കാണ് ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ തെറ്റാണ്. രണ്ടാമത്തേൽ വലിയ കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തെ ശരിയാണ്. മൂന്നാമത്തത് തെറ്റാണ്. കാരണം ഇവിടെ 3000 വർഷം എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ അറബി എന്താണ് കഴിഞ്ഞ ഒരു 1500 വർഷത്തിലാണ് അറബി ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ എന്താണ്, അവിടെ ഹവാലി 1000 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 1000 ആളുകളല്ല, മറിച്ച് 480 മില്യൺ ആളുകളാണ്. 1000 മില്യൺ ഇല്ല, 480 മില്യൺ ആളുകളാണ്. അതുകൊണ്ട് മൂന്നാമത്തെ തെറ്റാണ്. നാലാമത്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാണ്. അഞ്ചാമത്തിലും വലിയ കുഴപ്പമൊന്നുമില്ല, അഞ്ചാമത്തും ശരിയാണ്. അപ്പോൾ ഈ പാഠഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇവിടെ പ്രധാനപ്പെട്ടത് ഈ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് വായിച്ചു നോക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളത് അത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പാഠം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ആശയം കിട്ടി കഴിഞ്ഞാൽ തന്നെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അറബിയിൽ കുറച്ച് ഗ്രാമർ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട്
ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നെന്ന് പറയുന്നത് ഈ അൽഫാദുകൾ, ഈ ജുംല ഉണ്ടാക്കാനുള്ള അൽഫാദുകളുടെ മാന ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജുംല ഉണ്ടാക്കാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 2-3 ഭാഗങ്ങൾ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.